കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. ഒരു സിനിമയിൽ ഏറ്റവും നല്ല പാട്ട് കിട്ടുന്നത് ആസേട്ടനായിരിക്കും. ആ പാട്ടാണ് നമുക്ക് ട്രാക്ക് പാടാൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പരം സന്തോഷം നമുക്ക് വേറൊന്നുമില്ല. ഒരു സിംഗറിനെ വിളിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്ന് പാടിച്ച് അയാളെ തകർത്ത് മാനസികമായി തകർത്ത് പിറ്റേ ദിവസം ഒരു തരത്തിലില്ല നിങ്ങളല്ല പാടേണ്ടത് വേറൊരാൾ പാടുന്നത് എന്നുള്ളതല്ല. പല്ലവി പാടിച്ച് 2 റൺ ത്രൂ പാടിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു ഇത് വേണ്ട, നമുക്ക് വേറെ പാട്ട് പാടാം. അപ്പം മാഷ് തന്നെ ഒരാളെ വിളിച്ച് പറഞ്ഞ്, എടാ ഞാനിത് ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടും കൂടെ നിൽക്കണം, ഫോട്ടോ എടുക്കണം. എൻ്റെ ഉണ്ടാവും ഫോട്ടോ ഇപ്പോഴും. ഗായകൻ വി ദേവാനന്ദാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം സർ. അപ്പോൾ ഓണക്കാലമാണ്, ആദ്യമേ ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. താങ്ക് യു, സെയിം ടു യു. അപ്പോൾ നമുക്ക് ഓണപ്പാട്ടുകളിൽ നിന്നും ഓണ ഓർമ്മകളിൽ നിന്നും തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയായിരുന്നു സാറിൻ്റെ ഓണക്കാലം? കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് കൂടാറുള്ള അവസരങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. കഴിഞ്ഞു നമ്മൾ പ്രൊഫഷനിലേക്ക് കടന്നപ്പോൾ പിന്നെ പബ്ലിക്കിൻ്റെ കൂടെയാണ് ഓണം. അറിയാമല്ലോ, ആർട്ടിസ്റ്റ്മാരെല്ലാവരും തന്നെ പ്രോഗ്രാമുകളോ ഫങ്ഷൻസൊക്കെ ആയിട്ട്. കുട്ടിക്കാലത്ത് ഞാൻ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വരുന്നത്, വൈക്കത്താണ്. അപ്പം ഒരു ഗ്രാമപ്രദേശത്തിൻ്റെതായ എല്ലാ ഭംഗിയും അതിൻ്റേതായ ചടങ്ങുകളും കാര്യങ്ങളും, എൻ്റെ വീട്ടിലാണെങ്കിലും കുറച്ച് ട്രഡീഷണൽ അറ്റ്മോസ്ഫിയറുള്ളൊരു വീടാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ചടങ്ങുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും കൂടെ കൂടും, ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടെ. ഞങ്ങൾ റിലേറ്റീവ്സൊക്കെ 4 ഓണം 4 സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ. നേരത്തെയൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം തിരുവോണം മാത്രം നമ്മുടെ വീട്ടിൽ കൂടുന്ന അവസ്ഥയായി. അത് തന്നെ ചിലപ്പം പ്രോഗ്രാം ഉണ്ടെങ്കിൽ നടക്കില്ല. ഒരു കൂടിച്ചേരലാണ് അല്ലേ, സുഹൃത്തുക്കളെല്ലാവരുടെയും അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും കൂടെ ഒരു കൂടിച്ചേർന്നുള്ളൊരു ആഘോഷമാണ് ഓണം. അന്നും ഇന്നും കാലത്തിന് മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഗായകരുടെ ഓണക്കാലം എന്ന് പറയുന്ന ഓണപ്പാട്ടുകളുടെ കൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഓണപ്പാട്ടുകളുടെ ആ ഒരു സീസൺ? അതിൻ്റെ ഓണത്തിൻ്റെ ഒരു എണ്ണം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഷൂട്ട് നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഓണത്തിന് ഇറങ്ങുക ആ സോങ്. ഒരു മെയ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ലിറിക്സ് റൈറ്റർ എഴുതി അദ്ദേഹത്തിനെ കമ്പോസ് ചെയ്തൊരു പാട്ട് കോട്ടയത്ത് വെച്ചിട്ട് എല്ലാ വർഷവും ചെയ്യാറുണ്ട്. നേരത്തെ ചെയ്തൊരു പാട്ട് ഇറങ്ങിയിരുന്നു, ഒരു ഓണപ്പാട്ട്. ലൈറ്റ് മ്യൂസിക്കായിട്ട് വന്ന പണ്ട് പെരുമ്പാവൂർ സാറൊക്കെ ചെയ്ത, എൻ ജി രാഘവൻ സാറൊക്കെ ചെയ്ത പാട്ടുകളൊക്കെ രണ്ടാമത് നമ്മൾ ഒന്നുകൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ചില പാട്ടുകളൊക്കെ. അപ്പോൾ അതിൽ ചില പാട്ടുകൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള, അതായത് ഒരു എനിക്ക് തോന്നുന്നത് 80s 90s സമയത്തൊക്കെ ലൈറ്റ് മ്യൂസിക്കായിട്ട് ഉണ്ടായിരുന്ന കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. ചെങ്ങമ്പുഴ കവിത പാടും കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ചെങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം, ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം, തിരുവാതിര പാട്ടുപാടി പനയോല കുട ചൂടി, തിരുവോണം വിരുന്നു വരും ചിങ്ങമാസം, തിരുവോണം വിരുന്നു വരും ചിങ്ങമാസം. എല്ലാ ഗായകരുടെയും ഒരു സ്വപ്നമായിരിക്കും ഒരു നല്ല മ്യൂസിക് ഡയറക്ടറിന്, അല്ലെങ്കിൽ കുറച്ച് അധികം നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ കുറേ നല്ല പാട്ടുകൾ, എവർഗ്രീൻ ആയിട്ടുള്ള എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന കുറച്ച് പാട്ടുകൾ പാടുക എന്നുള്ളത് എല്ലാ ഗായകരുടെയും ഒരു വലിയ ആഗ്രഹമായിരിക്കും. ഇപ്പോൾ സാറിൻ്റെ പ്ലേലിസ്റ്റ് എടുത്താൽ അതിൽ ഒട്ടുമിക്ക പാട്ടുകളും, ഇപ്പോൾ 10 പാട്ടുകളിൽ അതിൽ 9 സൂപ്പർ ഹിറ്റുകളാണ്. എല്ലായ്പ്പോഴും എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? തീർച്ചയായിട്ടും ഭാഗ്യം തന്നെയാണ്, ഈശ്വരാധീനം, ഭാഗ്യം എന്നൊക്കെ നമുക്ക് അതിനെ പറയാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ലൊരു സിനിമയാവണം. അത് നല്ല സിനിമയാവണം. നമ്മുടെ പാട്ട് വരുന്ന സിറ്റുവേഷൻ അത് ആപ്റ്റായിട്ട് അത് അർഹിക്കുന്നൊരു സിറ്റുവേഷൻ ആവണം. അങ്ങനെ വരികയും അത് നല്ല വിഷ്വൽസ് ആവുക, നല്ല പാട്ടുകൾ, നല്ല വരികൾ. ഇതൊരു കൂട്ടായ്മയാണ്. നമ്മളൊരു പാട്ട് ഹിറ്റാകുമ്പോൾ ഒരിക്കലും ഒരു പാട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്പോസറിൻ്റെയോ മാത്രമല്ല അല്ലേ, അതിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് റൈറ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അതിലിപ്പം മീശമാധവനിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ എൻ്റെ എല്ലാം അല്ലേ എന്നുള്ള പാട്ടിൻ്റെ ആ ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ പാട്ട് വരുന്നതെന്നുള്ളത് ചിലപ്പോൾ അത്രയും ശ്രദ്ധിക്കപ്പെടണമെന്നില്ല അല്ലേ. ഇവർ തമ്മിൽ ഈ ദിലീപേട്ടനും കാവ്യം ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ ഒരുമിക്കണമെന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്ന മാനസികാവസ്ഥയിൽ നിന്നാണ് ഈ ഒരു പാട്ടിലേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ ആ ഒരു പാട്ടിലേക്ക് അവരുടെ മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ടിലൂടെ അതിലേക്ക് വരും എന്ന് പറയുന്ന പോലെ തന്നെ. ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ രസികനാണെങ്കിലും ഒക്കെ, CD മ്യൂസിക് ആണെങ്കിലും ഒക്കെ അതിൽ ആപ്റ്റായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് വരികയും അത് നല്ല പാട്ടുകൾ ഉണ്ടാവുകയും നല്ല വരികളും നല്ല ഇപ്പം ലാലുവേട്ടനെ പോലുള്ള ആൾക്കാരുടെ നല്ല വിഷ്വൽസ് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു കൂട്ടായ ഒരു ഇതാണ്. അതിൽ നമുക്കൊരു ഭാഗമാകാൻ ഭാഗ്യം കൊണ്ട് സാധിച്ചുകൊണ്ട് ഈ പാട്ടുകളൊക്കെ ഓർമ്മിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് വിദ്യാജിയെ പോലുള്ള കമ്പോസേഴ്സിൻ്റെ പാട്ടുകൾ എന്ന് പറയുന്നത് എവർഗ്രീനാണ്. അവർക്കൊന്നും ഇങ്ങനെ ഒരു കാലത്തിന് അതീതമായിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ.
എല്ലാ പാട്ടുകളും തന്നെ ഇപ്പം രവീന്ദ്ര മാസ്റ്റർ പാട്ടിൽ ജോൺ ചേട്ടൻ്റെ ഒക്കെ തന്നെ അതിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് വിദ്യാജിയുടെ കൂടെയാണ് കൂടുതൽ. അതുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ലോകം മുഴുവൻ ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. ഇപ്പം മീഡിയയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാജി എന്ന് പറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് അത്രയും ഒരു അഫെക്ഷൻ കാണിക്കുന്നൊരു കമ്പോസറാണ്. ഒരു ഭാഗ്യമായിട്ട് ഞാനും കരുതുന്നു. അപ്പോൾ കരിമിഴിക്കുരുവിയാണ് ആദ്യത്തെ പാട്ട് എന്നാണ് പലരുടെയും ധാരണ. ചേട്ടൻ്റെ ആദ്യത്തെ പാട്ട് അലലോ പുല്ലലോ അതെ, ആയിരുന്നു. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? ഫാസ്റ്റ് നമ്പർ ആയിരുന്നല്ലോ. അതെ, പ്രണയവർണ്ണങ്ങളിൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ അതിന് മുമ്പാണ് വിദ്യാജിയെ പരിചയപ്പെടുത്തിയത്. അച്ഛൻ്റെ ക്ലാസ്മേറ്റ്സാണ്, അച്ഛനും ദാസേട്ടനും ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരുപാട് നമ്മൾ പറയേണ്ടി വരും അതിനെപ്പറ്റി പറയുമ്പം. ആദ്യം ചെയ്ത ദക്ഷിണാമൂർത്തി ശിവം എന്നൊരു ആൽബം അത് റിലീസ് ചെയ്യാൻ വന്നത് ദാസേട്ടനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ ABCLൻ്റെ ശരത്തിൻ്റെ മ്യൂസിക്കിൽ ഓണപ്പാട്ട് പറഞ്ഞ് ചെയ്തു. അപ്പോൾ അത് ഞാനിങ്ങനെ കൊടുത്തപ്പം കേട്ടോ, ശരത്തിന് നീ പാടിയോ? ഓ ശരി, നീ എന്തിനാ ഇവിടെ നിൽക്കണം, നിനക്ക് ചെന്നൈയിലേക്ക് വന്നൂടെ, അവിടെ കുറേ അവസരങ്ങളൊക്കെ കിട്ടുമല്ലോ, ഞാനും പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാക്കിൽ നിന്നാണ് ഞാൻ വണ്ടി കയറി ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പം പറഞ്ഞു, നീ ഒരു ദിവസം നീ ഫ്രീ ആണെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞ് വിദ്യാസാഗറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വാ, അപ്പോൾ ഇന്ന സ്ഥലത്താണ്, ഞാൻ പരിചയപ്പെടുത്താം എന്നിട്ട് അങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഫ്രണ്ടിൻ്റെ മോനാണ്, നന്നായിട്ട് പാടുകയാണെങ്കിൽ അവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അത് ശരിക്ക് പിന്നെയും എന്നുള്ള പാട്ടിൻ്റെ റെക്കോർഡിങ് സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന മൂവിയാണ് ഈ പ്രണയവർണ്ണങ്ങൾ. അപ്പം എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പാട്ടുണ്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളന്ന് ഈ പറഞ്ഞോട്ട് ഒരു സോളോ സോങ് ഒന്നും മെലഡി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു മൂഡ് ഔട്ടായിരുന്നു ആ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ. കാരണം നമ്മുടെ ശബ്ദമൊന്നും കേൾക്കില്ല, പകുതിയും ഒരു ഹസ്കി വോയിസ് ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പക്ഷേ അന്ന് തന്നെ വിദ്യാജി ആ ട്രെൻഡ് കൊണ്ടുവന്നിരുന്നു. പിന്നീടാണ് ഈ ഹസ്കി സിംഗിങ് ഒക്കെ വന്നത് പലപ്പോഴും. പക്ഷേ ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. നമുക്ക് സെപ്പറേറ്റ് പോർഷൻസ് ഒന്നും ഇല്ലെങ്കിലും അതൊരു വിജയം. അതാണ് പറഞ്ഞത്, നല്ല മൂവിയും നല്ല ഹിറ്റായിട്ടൊരു മൂവിയുടെ ഭാഗമായിട്ട് ഇപ്പം നന്ദുവേട്ടനൊക്കെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ആ ഒരു പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. അന്ന് തന്നെ പിന്നെ ദിവ്യ ഉണ്ണിയുടെ ഡാൻസും എല്ലാം കൂടെ ചേർന്ന് ഒരു കോളേജ് ഒരു ടീമിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അത് എൻ്റർടൈൻമെൻറ്റ് സോങ് ആയിരുന്നു. ദേവാനന്ദ ഗായകൻ്റെ പേരെടുക്കുമ്പോൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് വിദ്യാജി. അദ്ദേഹത്തിനെ കുറിച്ച് വിദ്യാജിയെ പറ്റി എന്താ പറയണേ, എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനേക്കാളും മ്യൂസിക് ലവേഴ്സാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകളിലൊക്കെ ഓരോരുത്തർ പാടി റീൽസും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റും അതുപോലെ ഗോൾഡിലെ പാട്ടൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ സീൻസൊക്കെ കൂടെ മിക്സ് ചെയ്ത് എത്രയോ റീൽസ് എനിക്ക് എല്ലാ ദിവസവും ആകുന്നുണ്ട്. കാരണം അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടമാണ് ശരിക്കും, അദ്ദേഹത്തിൻ്റെ പാട്ടുകളോടുള്ള ഇഷ്ടം. അതും മെലഡി ആണെങ്കിലും ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും ഒക്കെ എല്ലാ ടൈപ്പ് പാട്ടുകളും അദ്ദേഹം ചെയ്യുമല്ലോ. അദ്ദേഹത്തിനെ പറ്റി എന്താ പറയുക, നമുക്ക് ഒരു പെർഫെക്റ്റ് ഒരു കംപ്ലീറ്റ് മ്യൂസിഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ശരിക്കും. അതിൻ്റെ ഓരോ പാട്ടിൻ്റെ ഓരോ നുക്ക് ആൻഡ് കോർണർ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ വേണമെന്നുള്ളത്. ഒരു ശബ്ദം എങ്ങനെ യൂസ് ചെയ്യണം, ഒരു ആപ്റ്റായിട്ടുള്ളൊരു സിംഗറെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പാട്ടുകാരനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഏത് സിനിമ വന്നാലും എന്നെ വിളിച്ച് പാടിക്കില്ല. ഇപ്പം ഹരിഹരൻ സാറിനെയോ അല്ലെങ്കിൽ ഇപ്പം സുജാത ചേച്ചിയാണെങ്കിലോ അല്ലെങ്കിൽ ഓരോ സിംഗേഴ്സിനെ എല്ലാവർക്കും ആപ്റ്റായിട്ടൊരു സോങ് അദ്ദേഹത്തിന് നോക്കുമ്പോൾ ഇത് ഇന്നയാൾ പാടിയെന്ന്. ഇപ്പം ശ്രീകുമാറിൻ്റെ പാട്ട് അനുരാഗ് വിലോചൻ, അത് ശരിക്കും ഒരു പക്ഷേ അന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് പാടിക്കായിരുന്നു. സാർ അത് ചെയ്തില്ല. സാറിന് ഏതൊരു കോമ്പറ്റീഷനോ പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം ഇഷ്ടപ്പെട്ടു. അതിലിങ്ങനെ അതിൻ്റെ അടുത്ത് സാറ് പറഞ്ഞിട്ടുണ്ട് അത് എന്ന് പറയുന്ന പോലെ തന്നെ അതിൽ ആ സിംഗർ എത്ര വലിയ ആളാണ് അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആണോ എസ്റ്റാബ്ലിഷ് ആണോ ഒന്നും വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലാണ് ഐ ബിലീവ് ഇൻ മൈ മ്യൂസിക് എന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. അപ്പം അതിനാപ്റ്റായിട്ടുള്ള ഏത് സിംഗർ വന്നോ അവരെ കൊണ്ട് പാടി അത് കറക്റ്റായിരിക്കും. അത് ആ ഒരു ജഡ്ജ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. പാട്ടുകാരെയാണെങ്കിലും ആരും വന്നാലും നമ്മൾ എത്ര കൂളായിട്ട് അവിടെ നിന്ന് പാടാറില്ല. കാരണം അവിടെ നിന്ന് പാടുമ്പോൾ എനിക്കുള്ളൊരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ മൈനസ് പോയിൻറ്റ്സ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ശബ്ദത്തിൽ എന്തൊക്കെ വരില്ല, എന്തൊക്കെ വരും. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് കറക്റ്റായിട്ടൊരു പാട്ട് കൊടുക്കുക എന്നുള്ളത് അതൊരു തീർച്ചയായിട്ടും ഒരു വലിയൊരു ഓരോ പാട്ടിനും ഓരോ എല്ലാ സിംഗേഴ്സിനും അവരുടേതായ പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻറ്റ്സും ഉണ്ടാവും. അപ്പം ഒരു പാട്ട് എങ്ങനെ വന്നാലും നീ ഇതെങ്ങനെയെങ്കിലും ഇത് പാടി തീർക്കണം എന്നുള്ളതല്ലാതെ അയാളിലെ എന്ത് പ്ലസ് പോയിൻറ്റ്സ് എടുത്ത് നമുക്ക് ഈ പാട്ട് ഏറ്റവും ഭംഗിയാക്കാം എന്നുള്ളതാണ്. അതാണ് ശരിക്കും കറക്റ്റായിട്ടുള്ള വഴി. അല്ലാതെ ഒരു സിംഗറിനെ വിളിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പാടിച്ച് അയാളെ തകർത്ത് മാനസികമായി തകർത്ത് പിറ്റേ ദിവസം ഒരു തരത്തിലില്ല നിങ്ങളല്ല പാടേണ്ടത് വേറൊരാൾ പാടേണ്ടത് എന്നുള്ളതല്ല. ഒരു കമ്പോസർ എന്ന് പറയുന്നത് ശരിക്കും തീർച്ചയായിട്ടും ഒരു പല്ലവി പാടി കഴിയുമ്പം മനസ്സിലാവും. വിദ്യാജി തന്നെ നിലാത്തുമ്പി വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു സോങ് ഉണ്ടായിരുന്നു. നിലാത്തുമ്പി വരൂ, ദൈവത്തിൻ്റെ മകൻ സിനിമ. അതാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ടൊരു 4 വരി വിദ്യാജിക്ക് പാടുന്നത്. ആ പാട്ട് പല്ലവി പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ വിദ്യാജിക്ക് ரொம்ப நல்லா இருக்கு, നീ പാട്, നന്നായിട്ട് പാടുന്നു.
പക്ഷെ അന്നത്തെ സമയത്ത് ദാസേട്ടനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പാടും, ഞാൻ ന്യൂ കമറല്ലേ, അപ്പം അങ്ങനെ ഒരു രീതിയിൽ പരീക്ഷിക്കാൻ പറ്റുന്നൊരു അവസരം അല്ലാത്തതുകൊണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ആ പാട്ടിൽ കൂടെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറിക്കൂടാൻ സാധിച്ചത്. എന്ന് പറയുന്നില്ല, നമ്മളൊരു പല്ലവി പാടിക്കഴിഞ്ഞാൽ തന്നെ ഒരു കമ്പോസറിന് എന്തായാലും അറിയാൻ പറ്റും ഇയാളെ കൊണ്ട് പാടാൻ പറ്റുമോ, ഈ ശബ്ദം ആപ്റ്റാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അത് ശരിക്കും അങ്ങനെ ചിന്തിക്കുമ്പം സാധാരണ ഒരു കമ്പോസറുടെ പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് ഒരു പാട്ടുകാരൻ്റെ സെലക്ഷൻ വരേണ്ടത്. അപ്പോൾ അതിൽ അദ്ദേഹം 100% പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും പാട്ടുകാർക്ക് അവസരം കിട്ടിയത്, അല്ലേ? എത്രയോ ആൾക്കാർ, എത്രയോ സിംഗേഴ്സ് അദ്ദേഹത്തിൻ്റെ ഹിറ്റ് പാട്ട് പാടുക എന്ന് പറയുന്നത്. അതെ അതെ. അതിലൊരു മറ്റ് കമ്പോസേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം ന്യൂ കമേഴ്സിനെ എൻ്റർടൈൻ ചെയ്തിട്ടുള്ള ആളും കൂടിയാണ്. ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുള്ളത്. എന്താണ് കരിമിഴിക്കുരുവിയുടെ പുറകിലെ കഥ? കരിമിഴിക്കുരുവി ശരിക്കും എനിക്ക് തോന്നുന്നത് രണ്ടാം ഭാവം എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് അത് നല്ലൊരു പാട്ടായിരുന്നു, അമ്മ നക്ഷത്രമേ എന്നുള്ള പാട്ട്. അതത്ര ഒരു ആ സിനിമ അത്ര ഹിറ്റാകാത്തത് കൊണ്ട് വിദ്യാജിക്കും ലാലുവേട്ടനും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കൂടെ ചേർന്നിട്ട് എടുത്തൊരു ഡിസിഷനാണ്. വിദ്യാജിയാണ് ആദ്യം എടുത്തത്. കാരണം അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോങ്ങാണ്, നമുക്ക് ഒരു ഫുൾ ഗ്യാരണ്ടിയോടുകൂടി കിട്ടിയൊരു പാട്ടാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് അതിൻ്റേതായ ടെൻഷൻസും ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു പാട്ട് കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ദിലീപേട്ടൻ്റെ ഒരു പടം, ലാലുവേട്ടൻ്റെ മൂവി, വിദ്യാസാഗർ അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി, ഈ ഒരു ടീമിൽ നമ്മൾ എങ്ങനെ അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നൊരവസരം നമ്മൾ ഭംഗിയായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ അത് പിന്നെ ഒരു സമയത്ത് തേടി വരില്ല. അതുകൊണ്ട് ഈ പറഞ്ഞോട്ട് നമ്മൾ ഈശ്വരാധീനം എന്നല്ലാതെ ദൈവം എല്ലാവരെയും വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് പാടി. സാറിനത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അങ്ങനെ അത് പാടിക്കഴിഞ്ഞ സമയത്ത് നല്ലൊരു പാട്ട് പാടി എന്നുള്ളതല്ലാതെ ഒരു വലിയ ഹിറ്റാവുന്നോ അല്ലെങ്കിൽ നമ്മുടെ കരിയർ, സാറ് പറഞ്ഞു നിൻ്റെ കരിയറിൽ ഏറ്റവും ബ്രേക്ക് ആവാൻ പോകുന്നൊരു സോങ്ങാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് പിന്നെ എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറയുമല്ലോ എന്ന് ഞാൻ ധരിച്ചുള്ളൂ. ഈവൻ സിനിമ ഇറങ്ങിയിട്ട് കൂടെ തന്നെ ഞാൻ ചെന്നൈയിലുണ്ടായിരുന്ന സമയത്ത് ഇത്രയധികം ഹിറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് നാട്ടിലേക്കൊക്കെ വന്ന് പിന്നീടാണ് അത് മനസ്സിലായത് ഇത്രയും. കാരണം ആ സമയത്തൊന്നും അങ്ങനെ ഇടയ്ക്കൊന്നും നാട്ടിലേക്കൊന്നും വരവ് നടക്കാറില്ല, എന്തെങ്കിലും ഒരു ഒക്കേഷന് വരുന്നല്ലാതെ. പക്ഷേ അത് ഈ പറഞ്ഞോട്ട് സാറ് തന്നെ പറഞ്ഞു പാട്ട് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് നാട്ടിൽ വന്നപ്പോഴാണ് ഈ പറഞ്ഞോട്ട് മറ്റു പാട്ടുകളെ പോലെ തന്നെ ഈ ഒരു പാട്ടും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ചേച്ചിയുടെ കൂടെ, സുജാത ചേച്ചിയുടെ കൂടെ പാടിയതിൻ്റെ ആ ഒരു സുഖവും സന്തോഷവും എല്ലാവരും സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരു എവർഗ്രീൻ ഹിറ്റായിട്ട് ഇപ്പോൾ കൂടെ നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തർ കവർ വേർഷനും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വായിച്ചും ഒക്കെ എനിക്ക് ഒരുപാട് പേര് അയക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് തന്നെയാണ്, അതിനകത്ത് നല്ല ലിറിക്സ്, മ്യൂസിക്, നല്ല സിറ്റുവേഷൻസ്, അതുപോലെ ദിലീപേട്ടനും കാവ്യ അതുപോലെ തന്നെ ഭംഗിയായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം പരസ്പരം കോംപ്ലിമെൻറ്റിംഗ് ആണ്. നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് വന്നു, നല്ലൊരു ഹിറ്റ് ഉണ്ടായി. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കോമ്പിനേഷൻ. പ്രത്യേകിച്ച് ആ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞ് കണ്ടാലും അതിനൊരു ജനറേഷൻ ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മളൊരു പഴയ പടം എന്നൊന്നും തോന്നില്ല, അല്ലേ? അങ്ങനത്തെ ഒരു തീമാണത്. അതിൻ്റെ ഒരു എല്ലാ രീതിയിലും പാട്ടിൻ്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്ന ഒരു കള്ളൻ്റെ കഥ പറയുന്ന ഒരു ഗ്രാമത്തിലെ അന്തരീക്ഷത്തിൽ ഇങ്ങനത്തെ ഒരു മോഡേൺ ആയിട്ടുള്ള, ഇപ്പം ചിങ്ങമാസം പോലൊരു പാട്ട്, അല്ലേ? പെണ്ണേ പാട്ട്, എൻ്റെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളും എല്ലാവരും അതുപോലെ തന്നെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള അത് ആ രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു, അത് വർക്കൗട്ട് ആവുകയും ചെയ്തു. അപ്പം എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് അതിൻ്റെ ഒരു വിജയം, പാട്ടിൻ്റെയും സിനിമയുടെ ഒക്കെ വിജയം. കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കാവിൽ വന്നീലാരാ പൂരം കണ്ടീല, മായക്കൈകൊട്ടും മേളവും കേട്ടീല. കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. താങ്ക് യു. പിന്നെ ഇപ്പോൾ പറഞ്ഞു കരിമിഴിക്കുരുവി ഒരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനൊരു സങ്കടമുള്ള കാര്യങ്ങളും പാട്ടിൻ്റെ കാര്യത്തിലുണ്ടാവുമല്ലോ. ചിലപ്പോൾ നമ്മുടെ പാട്ട് അതിൽ നിന്ന് മിസ്സായി പോവാം. ഇപ്പോൾ ഫോർത്ത് പീപ്പിൾ സിനിമയിൽ അന്നക്കിളി നീ എന്നിലെ എന്ന് പറയുന്ന പാട്ടിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സദാനന്ദൻ്റെ സമയം എന്നൊരു സിനിമയിൽ യൂസഫ് അലി സാറും മോഹൻ സിത്താര അവർ രണ്ടുപേരും കൂടെ സാറും കൂടെ ഒരുമിച്ചുള്ള
മൂകാംബിയുടെ ഒരു സോങ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സിനിമകൾ ഇപ്പം ഫോർ ദ പീപ്പിളിലെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ കോമഡി ചെയ്യുന്ന ആക്ടേഴ്സിന് വരുമ്പോഴത്തേക്കും അവർക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നത് ആ ഒരു റോൾ എന്ന് പറയാറില്ലേ, അല്ലെങ്കിൽ വില്ലനായിട്ട് വരുമ്പം ആരും സ്ഥിരം ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ആരും ചിന്തിക്കില്ല. എന്ന് പറയുന്ന പോലെ നമ്മൾ കുറേ പാട്ടുകൾ മെലഡീസായിട്ട് പാടി വരുമ്പോൾ ഒരെണ്ണം ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ അയാളെ കൊണ്ടുവന്നൊരു ഫാസ്റ്റ് നമ്പർ പാടിക്കാമെന്ന് ആരും അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ എനിക്ക് വീണ് കിട്ടിയ ഒരു ഭാഗ്യമാണ് ആ ഒരു പാട്ട്. ഇപ്പോൾ ജാസി ഞാൻ പാടി കഴിഞ്ഞിട്ട് ഞാനൊരു ഫില്ലറായിട്ടാണ് ജാസി പാടിയിരുന്നത്. പക്ഷേ ജാസിയുടെ മറ്റേ പാട്ട് ഹിറ്റായപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് തോന്നി ഈ പാട്ടും കൂടെ ആ ഒരു വോയിസിൽ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതായതാണ്. അപ്പോൾ ഒരു ജാസിയെ സംബന്ധിച്ചിടത്തോളം അന്നക്കിളി എന്നുള്ള പാട്ടാണ് ഏറ്റവും അധികം ഹിറ്റായത്. എനിക്ക് ആ സോങ് എൻ്റെ മൂവിയിലുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് വേറൊരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു വേറൊരു ജോണർ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് നമ്പർ അങ്ങനെ ഒരു ഇതും കൂടെ എനിക്ക് പാടാൻ പറ്റും എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊരു അവസരം കിട്ടുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണെങ്കിലും CID മൂസയിലൊക്കെ ആടിറങ്ങിയോട് അതൊരു മെലഡി ആണെങ്കിൽ കൂടെ തന്നെ ഒരു ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ നിയോഗം. ഞാനതിൻ്റെ അകത്ത് അങ്ങനെ കൂടുതൽ ചിന്തിക്കാറില്ല. നമ്മൾ സാധാരണ രീതിക്ക് അപ്പോൾ ഒരു വിഷമമൊക്കെ നമുക്ക് തോന്നും, കിട്ടിയില്ലല്ലോ, അത് കിട്ടാമായിരുന്നു. കാരണം അതിൻ്റെ ആക്ടറൊക്കെ എനിക്ക് പരിചയമുള്ളവരായിരുന്നു. അവരൊക്കെ അത് കഴിഞ്ഞ് നന്നായിട്ടുണ്ട് പാട്ട് ഷൂട്ട് ചെയ്തു എൻ്റെ വോയിസ് വെച്ചിട്ടാണ്, പിന്നീട് അത് മാറിയത്. അപ്പോൾ അത് ഇറ്റ്സ് ഹാപ്പൻസ് അല്ലേ, സിനിമയിൽ അങ്ങനെയൊക്കെ അതിൻ്റെ ആവശ്യങ്ങൾ പല പല കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത് പോയി കഴിഞ്ഞാൽ വേറൊരെണ്ണം വരും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈവൻ വിദ്യാജി തന്നെ പറയാറുണ്ട് അതിലെ പട്ടാളത്തിൽ ആലിലക്കാവിലെ എന്നുള്ള പാട്ടിൻ്റെ പല്ലവി ഞാൻ പാടിയിരുന്നു. പല്ലവി പാടിക്കഴിഞ്ഞിട്ട് ഒരു റൺ ത്രൂ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു നീ ഉള്ളവാ എന്ന് പറഞ്ഞിട്ട് അകത്ത് വന്നിട്ട് പറഞ്ഞു ഇത് ബിജു മേനൻ്റെ വോയിസുമായിട്ടാണ് നിൻ്റെ ഇത് വരുന്നത്. അപ്പോഴത്തേക്കും ഇതിൻ്റെ കുറച്ചൊരു ലൈറ്റ് വോയിസാണ്. അപ്പോൾ ഇതുമായിട്ട് പ്രത്യേകിച്ച് ആ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു നല്ല ഡെപ്തുള്ള കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ. അപ്പം അതുമായിട്ടൊരു മാച്ച് കുറവ് വന്നാലോ എന്നുള്ള സാറിൻ്റെ ഒരു ഇത് തോന്നുന്നത് കൊണ്ടാണ് നമുക്കിത് വേണ്ട, നമുക്ക് വേറൊരു പാട്ട് പാടാം. അപ്പം തന്നെ അത് വെച്ചു. അല്ലാണ്ട് ഒരു പാട്ട് മുഴുവൻ പാടിച്ച് നോക്കിയിട്ട് ഇത് ആപ്റ്റല്ല എന്ന് പറയുന്നത്. പല്ലവി പാടിച്ച് 2 റൺ ത്രൂ പാടിച്ചേ ഉള്ളൂ. അപ്പം പറഞ്ഞു ഇത് വേണ്ടടാ, നമുക്ക് വേറെ പാട്ട് പാടാം. അപ്പം തന്നെ പുള്ളിക്ക് അറിയാം, അപ്പം തന്നെ മനസ്സിലായി. അത് ഉടനെ ചേട്ടനെ വിളിച്ച് പാടിച്ചു. കറക്റ്റായിരുന്നു, ആ വോയിസുമായിട്ട് മാച്ചായി. അങ്ങനെ അല്ല, നമുക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ അനക്കളിയാരും ഏതായാലും സിനിമയ്ക്ക് അത് ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അവരത് ചെയ്യും. നമ്മൾ പാടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഹിറ്റാവുമെന്നൊന്നും അവിടെ ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. അതിൻ്റെ യോഗം എന്താണെന്ന് വെച്ചാൽ അതുപോലെ വരും, അത്രയേ ഉള്ളൂ. ലാൽജു സാറിൻ്റെ കുറേ സിനിമകളിൽ ചേട്ടന് പാടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ്മേറ്റ്സ്, മുല്ല, രസികൻ, കുറേ പാട്ടുകളിൽ. അപ്പോൾ എന്താണ് അദ്ദേഹമായിട്ടുള്ളൊരു? ലാലുവേട്ടൻ്റെ ഞാൻ ആദ്യം പാടുന്നത് ഒരു മറുവത്തൂർ കനവ് എന്നുള്ളൊരു മൂവിയിൽ ഫില്ലറായിട്ട് അദ്ദേഹം പോലും അറിയാതെ രവീന്ദ്രൻ മാസ്റ്റർ ഞാനും ചിത്ര ചേച്ചിയും കൂടെ പാടിയ മാഷുടെ മ്യൂസിക്കിൽ ഗിരീഷ് പുത്തഞ്ചേരി രവീന്ദ്രൻ മാസ്റ്റർ ടീമിൻ്റെ എൻ്റെ ആദ്യത്തെ ഡ്യൂറ്റാണ് തിങ്കൾ കുറി തൊട്ടും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. അതിനുശേഷം വന്ന് 2ാം ഭാവത്തിൽ ഞാനൊരു ട്രാക്ക് ഞാൻ പാടിയിരുന്നു. 3ാമത്തെ സിനിമയാണ് ശരിക്കും ഈ മീശമാധവനിൽ. അപ്പോൾ അതിൽ പാടിയ ഒരു എക്സ്പീരിയൻസും അവർക്ക് നമ്മൾ പാടി കേട്ടിട്ടുണ്ടത്. അങ്ങനെയാണ് മീശമാധവൻ ഒരു അത് ഹിറ്റാവുകയും പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് വന്ന് രസികൻ, തൊട്ടൊരു മേടിക്കാൻ കൊതിയായി, പിന്നെ ദിലീപേട്ടൻ്റെ സിനിമയിൽ ലാലുവേട്ടൻ്റെ അല്ലെങ്കിലും അറിയാതെ ഇഷ്ടമായി വന്നു, CID മൂസ, ജോണി ആൻ്റണി വന്നു, പിന്നെ മുല്ലയിൽ കണ്ണിൻ വാതിൽ ചാരാതെ എന്നുള്ള ഇത് വന്നു, എൽസമ്മ ആൺകുട്ടി, അതിൽ മറ്റേ രാജാമണിയേട്ടനായിരുന്നു, ആമോദമായി കളിക്കാൻ കൊള്ളുന്ന എന്നിട്ടൊരു പാട്ട്, അതിൻ്റെ പോർഷൻസ്. അങ്ങനെ കുറച്ച് സിനിമകളാണ് ഇത്. കാരണം ഇത് തന്നെയാണ്, നമ്മളൊരു പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, അത് ആൾക്കാർക്കും കൂടെ ഇഷ്ടപ്പെട്ട് ഹിറ്റാവണം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു സിനിമ വരുമ്പോൾ നമ്മളെ വിളിക്കാനുള്ള പോസിബിലിറ്റീസ് കൂടും, അത്രയേ ഉള്ളൂ. അതൊരു കെമിസ്ട്രി, അത്രയേ ഉള്ളൂ. കാരണം പിന്നെ ഒരു പരിധിവരെ ദിലീപേട്ടൻ്റെ മൂവീസാണ് അതെല്ലാം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ പാടി കഴിയുമ്പം ദിലീപേട്ടൻ അതിനെന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇത് കൊണ്ടുവരും എന്നുള്ളത് ഏകദേശം ഒരു ധാരണയുണ്ട്. പിന്നെ വിദ്യാജിക്കായാലും മറ്റ് കമ്പോസേഴ്സിനാണെങ്കിലും നമ്മുടെ ശബ്ദം അതിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാവുന്ന ആ ഒരു പോയിന്റും കൂടെ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇപ്പോൾ അറിയാതെ ഇഷ്ടമായി അതുപോലത്തെ പാട്ടുകളൊക്കെ വളരെ ഹിറ്റായിരുന്നു. ജോത്സ്നയും ഞാൻ ഇവിടെ പാടിയ സോങ് ആയിരുന്നു. CID മൂസയാണെങ്കിലും ഞാൻ പാടേണ്ട ഒരു സോങ് ആയിരുന്നില്ല, ശങ്കർജി പാടേണ്ട ഒരു സോങ് ആയിരുന്നു. ബൈ ചാൻസ് ഞാൻ ട്രാക്ക് പാടി. അതെ. അങ്ങനെ എനിക്ക് അന്ന് വിദ്യാജി ചോദിച്ചു ഇന്നയാളാ പാടി, ഞാനിപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിൽ വേട്ടൻ ട്രാക്ക് പാടാൻ പോയതല്ലേ, ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നൊന്നും വിചാരിച്ചല്ല. ട്രാക്ക് പാടാൻ പോയിട്ട് അത് വർക്കൗട്ട്, അത് അതെ. സ്ട്രെയിറ്റ് ആയിട്ടൊന്നും അങ്ങനെ ശങ്കർജി പാടേണ്ടതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ പാടിക്കാൻ പോകുമ്പോഴും മലയാളം ഡിക്ഷൻസൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചിലമ്പൊലിക്കാറ്റൊക്കെ ഉദിത് നാരായൺജി, ഉദിത് നാരായൺ സാറിൻ്റെ ഒക്കെ ഞാനാണ് പോയി ചെറിയ ചില കറക്ഷൻസൊക്കെ വരുത്തിയത്, ചില മിസ്റ്റേക്കിലൊക്കെ.
അപ്പം പക്ഷെ അന്നത്തെ സമയത്ത് ശങ്കർജി അങ്ങനെ മലയാളത്തിൽ അധികം പാടിയിട്ടില്ല. അപ്പോൾ ഇത്രയും വാക്കുകൾ അദ്ദേഹത്തെ കൊണ്ട് പാടിച്ചെടുക്കുക എന്നുള്ളൊരു പ്രശ്നവും അതിൻ്റെ അകത്തുണ്ട്. കാരണം അദ്ദേഹം തന്നെ പറയും ഞാൻ തമിഴിനല്ലേ, അപ്പം എങ്ങനെ വന്നാലും എനിക്ക് മലയാളം പാടുന്നതിലുള്ള ചില വാക്കുകളൊക്കെ അങ്ങനെ വരുള്ളൂ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് ഇതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. എല്ലാം കൂടെ ആലോചിച്ചിട്ട് പിന്നെ നമുക്കത് അത് പാടാനുള്ളൊരു യോഗം ഉണ്ടായി, അതുകൊണ്ട് അത് കിട്ടി, അത്രയേ ഉള്ളൂ. എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പാട്ട് തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആൾക്കാരെല്ലാവരും ചിരിക്കുകയാണ്. അല്ല, നമ്മൾ പാടിയതിൻ്റെ ആ സ്റ്റൈലൊന്നും അവർക്കറിയില്ലല്ലോ. അതിൻ്റെ സംഗതികളൊക്കെ ഓരോന്നും പാടി വെച്ചിരിക്കുന്നത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് അത് പാടിയെന്നുള്ളതൊന്നും അവർക്കറിയില്ല. പക്ഷേ അത് സിനിമ, അതാണ് സിനിമയ്ക്ക് ആ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പാട്ട് ഇപ്പം വേണമെങ്കിൽ വേറൊരു റാപ്പൊക്കെ ആയിട്ട് വേറൊരു ഈ മെലഡി ഒരു ഈ പറയുന്ന കല്യാണി ഛായോ അതൊന്നും ഇല്ലാണ്ട് വേറൊന്നും ചെയ്യായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം അവിടെ വർക്കൗട്ട് ആവുന്ന ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ട്യൂണിനാവുന്ന അദ്ദേഹത്തിന് അത് നേരത്തെ മുൻകൂട്ടി കണ്ടു, അത് വർക്കൗട്ട് ആവുകയും ചെയ്തു. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടല്ലോ. സ്പൈഡർമാൻ്റെ ഒക്കെ കുറേ പോർഷൻസ് വരുന്നുണ്ട്, കുറേ റാപ്പ് വരുന്നുണ്ട്. ഈ പാട്ട് പാടുമ്പോൾ സ്ഥിരമായി പാടി വരുന്ന ഒരു ശൈലിയിലുള്ള പാട്ടല്ല, അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് മ്യൂസിക് കമ്പോസർ നമുക്ക് അവിടെ ഉള്ളിടത്തോളം കാലം ആ കമ്പോസർ നമ്മളുമായിട്ട് നല്ലൊരു കെമിസ്ട്രി ഉണ്ടെങ്കിൽ എന്ത് പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കത് ശരിയായില്ലെങ്കിൽ കറക്റ്റായിട്ട് നീ അതൊന്നുകൂടെ പാട്, അല്ലെങ്കിൽ നീ നന്നായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ശരിയായിട്ടില്ല ഓപ്പണായിട്ട് പറയും. അത് കറക്റ്റ് ജഡ്ജ്മെൻറ്റും ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു കമ്പോസറുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് കമ്പോസ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു പാട്ടുകാരനെ കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് അത് പാടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൽ വിദ്യാജിയെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ എല്ലാവരും ഉണ്ട്. ശരത് ഉണ്ട്, പിന്നെ കുറേ കമ്പോസേഴ്സ് ഉണ്ട് നമുക്ക് അറിയാവുന്ന. അപ്പം രവീന്ദ്ര മാസ്റ്ററൊക്കെ ആദ്യത്തെ പാട്ടൊക്കെ ഞാൻ പാടുമ്പോൾ അദ്ദേഹമൊക്കെ എത്രയോ സീനിയറാണ് അല്ലേ. എത്ര സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നതും മോനെ ഒന്നുകൂടെ പാടും, നന്നായിട്ട് പാടും. എന്നാൽ അവിടെ ആ ഒരു സീനിയോറിറ്റി എന്ന് വെച്ചിട്ട് കുറച്ചൊരു സ്റ്റബേണായിട്ട് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് വേണ്ടത് ശരിക്കും. എല്ലാ കമ്പോസേഴ്സും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ ഒരു പാട്ടുകാരൻ്റെ ആ പാടാനുള്ള ഒരു ടാലൻ്റ് അയാളിൽ നിന്ന് ഏറ്റവും എത്ര ഭംഗിയായിട്ട് നമുക്ക് എടുത്തത് ചെയ്യിക്കാം. കാരണം ഔട്ട്പുട്ടാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെ പാടിച്ചു, എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നും വിഷയമല്ല. ഔട്ട്പുട്ടിൽ അത് എങ്ങനെ വരുന്നു, അത് ആൾക്കാർ എത്ര ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു വിദ്യാജിയെ പോലുള്ള ആൾക്കാർ, അതുപോലുള്ള ഇപ്പം ശരത് മ്യൂസിക് ഡയറക്ടർ, രവീന്ദ്ര മാസ്റ്റർ, അവരൊക്കെ അതിലൊക്കെ ഉസ്താദുക്കളാണ്. അതുകൊണ്ടാണ് അത്രയും നല്ല പാട്ടുകളും ഉണ്ടാകുന്നത്. വേറെ ഏതെങ്കിലും പാട്ട് പാടാൻ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? CID മൂസിലെ പാട്ട് അങ്ങനെ ഇപ്പോൾ ഓരോ പാട്ടുകളും നമുക്ക് അതിൻ്റേതായ എഫേർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പാട്ടുകൾക്കും ഉണ്ട്. ഇപ്പം കരിമിഴിക്കുരുവിയാണെങ്കിലും അല്ലെങ്കിൽ രസികനാണെങ്കിലും CID മൂസയാണെങ്കിലും കണ്ണിൻ വാതിൽ ഈ പറഞ്ഞുകൊണ്ട് ഞാൻ സാധാരണഗതിക്ക് ഒരു താരാട്ട് പാട്ട് എന്നുള്ള രീതിക്ക് അങ്ങനെ അധികം പാടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് സാർ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ സാറ് വരുന്നതിന് മുമ്പ് ഞാൻ പാടി തുടങ്ങിയിരുന്നു. അപ്പം ഒന്ന് പാടിയിട്ട് പറഞ്ഞു, കേട്ടിട്ട് പറഞ്ഞു എല്ലാം ഡിലീറ്റ്, നീ എനിക്ക് പാടുന്ന പോലെ പാടി വന്നു, അങ്ങനെയൊന്നും പാടണ്ട, രണ്ടാമത് നീ ഇങ്ങനെ പാടുമെന്ന് പറഞ്ഞിട്ട് സാർ ആദ്യം പെട്ടി വായിച്ചു തന്നു. അങ്ങനെ കാരണം അദ്ദേഹത്തിന് അറിയാം ഇതെങ്ങനെയാണ് ഇത് ഡെലിവറി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ എക്സ്പ്രഷൻസ് എന്താ വേണ്ടത് എന്നൊക്കെ. ഈവൻ ഭാഷ അറിയില്ലെങ്കിൽ കൂടെ തന്നെ അക്ഷരങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം, എൻ്റെ മീനിങ്ങും അറിയാം, കുറേയൊക്കെ അതിനകത്ത് അറിയാൻ പറ്റും. ഈ കണ്ണിൽ വാതിൽ ചാരാതെ അതുമല്ലെങ്കിൽ CID മൂസയിലെ പാട്ട് ഒക്കെ ഇപ്പോൾ വീണ്ടും അത് ട്രെൻഡിങ് ആവുകയും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആളുകൾ വീണ്ടും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ അതെ തൊട്ടിരുന്നിരിക്കാനും ഒരുപാട് പേര് എനിക്കൊന്നും ചേട്ടൻ്റെ ഒട്ടുമിക്ക പാട്ടുകളും അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം, എല്ലാ പാട്ടുകളും ഇപ്പോൾ ഏതാണ്ടൊരു 19-20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ടും ആളുകൾ, പുതിയ തലമുറയിലുള്ള ആളുകളും അത് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ആസ് എ സിംഗർ സാറിന് എന്താണ് തോന്നുന്നത്? അല്ല, അതാണ് വിദ്യാജിയുടെയൊക്കെ അങ്ങനത്തെ പാട്ടുകൾ അന്നത്തെ ഡയറക്ടേഴ്സ്, അന്നത്തെ പ്രൊഡ്യൂസേഴ്സ്, അന്നത്തെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഇവരൊക്കെ ഇതുപോലെയുള്ള പാട്ടുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു അല്ലേ. ഇപ്പോൾ സിബി സാറ്, അല്ലെങ്കിൽ സത്യേട്ടൻ, ലാൽജുവേട്ടൻ, കമൽ സാറ്, ഇപ്പോൾ ഈവൻ ജോണി ആൻ്റണി ആണെങ്കിലും അവരെല്ലാവരും തന്നെ, അതുപോലെ തന്നെ റാഫി മക്കാട്ടിൻ, അവരെ പോലുള്ളവരൊക്കെ നല്ല പാട്ടുകൾ വേണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു നമുക്ക്. പിന്നെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്ന് വേറെ ഓരോ സമ്പ്രദായങ്ങളിലേക്ക് പോയി എന്നുള്ളൂ. അന്നത്തെ സമയത്ത് ഈവൻ തമിഴിൽ കൂടെ എനിക്ക് തോന്നുന്നത് അത്രയും പാട്ടുകളുണ്ടായിരുന്നു സംശയമാണ് അന്നൊക്കെ. കാരണം അവർ തന്നെ പറയുമോ മലയാളത്തിൽ നമ്മൾ അവിടെ കമ്പോസേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ പറയും, മലയാളം ரொம்ப മെലഡിയാണ്, ഉഗ്രം പാട്ടുകൾ, മറ്റേത് മറിച്ച് ആ പാട്ട്. ഇപ്പോൾ ഈവൻ കീരവാണി സാർ വരെ ജോൺസന്റെ പാട്ടുകളെ കുറിച്ച് പറയായിരുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ. അപ്പം മലയാളത്തിലെ ഒരു മെലഡി കണ്ടൻറ്റുള്ള പാട്ടുകൾക്ക് ഒരു വലിയ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അവരൊക്കെ അന്നത്തെ ഉള്ള കമ്പോസേഴ്സ് എല്ലാവരും തന്നെ പറയുമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ പാട്ടുകളാണ്. ഇപ്പോൾ മധുരവമ്പരക്കാറ്റൊക്കെ 5-6 പാട്ടുകളല്ലേ, അതിൻ്റെ ട്രാക്കൊക്കെ ഞാൻ വർക്ക് ചെയ്തതാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സാണ് അതിലൊക്കെ അല്ലേ. അപ്പോൾ അതുപോലെയുള്ള അങ്ങനത്തെ പാട്ടുകൾ വേണം നിർബന്ധമുള്ള ഒരു സ്ക്രിപ്റ്റ്, അതിനുള്ള ഞാൻ പറഞ്ഞല്ലോ നല്ല സ്റ്റോറി ഉണ്ടാവണം, അതിനുള്ള നല്ല ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം, നല്ല വരികൾ ഉണ്ടാവണം,
അപ്പോൾ അങ്ങനെ വരുമ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന ഏതൊരു വേദിയിൽ പോയാലും ഒരു ഒരു 75% 80%ഓളം പാട്ടുകൾ, അത് കൂടുതലും പറയാം, ഞാൻ അതിശയോക്തി വേണ്ടെന്ന് വെച്ചിട്ട് പറയണം, എല്ലാവരും പാടുന്ന പഴയ പാട്ടുകളാണ്. 80s 90s അല്ലെങ്കിൽ 2000-ലെ പാട്ടുകൾ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ പാട്ടുകൾ ഇപ്പോഴും ആൾക്കാരെല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പം അതുപോലത്തെ പാട്ടുകൾ ഉണ്ടാവണം. ഇപ്പം പുതിയ കമ്പോസ് വന്നിരിക്കുന്നവരൊക്കെ നന്നായിട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരെല്ലാവരും, പക്ഷേ അവർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടണം എന്നുള്ളത് മാത്രമേ. ഇതുപോലത്തെ നല്ല പാട്ടുകൾ, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, എന്നും പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, നല്ല പാട്ടുകളെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാം നല്ല പാട്ടുകളാണ്. അപ്പം അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ അവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ട്രാക്ക് പാടിയ ഒരു വലിയ കാലം പുറകിലുണ്ട്, അതിന് ശേഷമാണ് മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത്. അപ്പോൾ ട്രാക്ക് പാടിയതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയാണ് പിന്നീട്? അത് ഒരു വലിയൊരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജോൺ സേട്ടൻ, രാജാമണിയേട്ടൻ, രവീന്ദ്ര മാസ്റ്റർ, വിദ്യാജിയുടെ, അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് എനിക്ക് പാടാൻ പറ്റുന്നുണ്ട്. സലിതയുടെ മക്കൾ, മറ്റേ അന്തര ചൗധരി, അവരൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ട്രാക്ക് എടുത്തുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത് ദാസേട്ടന് വേണ്ടി മാത്രമാണ്. കാരണം അദ്ദേഹമാണ് അവൈലബിൾ അല്ലാത്ത ആൾക്കാർ, അത്രയും തിരക്കുകൾ. ബാക്കിയുള്ളവരൊക്കെ ഒരുമാതിരി എല്ലാവരും സ്ട്രേറ്റ് ആയിട്ട് വന്ന് പാടും. അപ്പോൾ ആ ഒരു സിനിമയിൽ ഏറ്റവും നല്ല പാട്ട് കിട്ടുന്നത് ദാസേട്ടനായിരിക്കും. ആ പാട്ടാണ് നമുക്ക് ട്രാക്ക് പാടാൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പരം സന്തോഷം നമുക്ക് വേറൊന്നുമില്ല. അപ്പം പ്രത്യേകിച്ച് രവീന്ദ്രൻ മാസ്റ്റർ, എനിക്ക് ഇപ്പം വിദ്യാജി ആണെങ്കിലും രവീന്ദ്രൻ മാസ്റ്റർ ആണെങ്കിലും ഇവരൊക്കെ തന്നെ ആ പാട്ടുകളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നമ്മളെ പാടിക്കുമായിരുന്നു. ട്രാക്കല്ലേ, ബാക്കി ദാസേട്ടൻ പാടിക്കോളും, ഇത് മതി എന്നവർ വയ്ക്കാറില്ല. പ്രത്യേകിച്ച് രവീന്ദ്രൻ മാസ്റ്റർക്ക് പ്രത്യേകിച്ച് നീ നന്നായിട്ട് പാട്, അവിടെ അങ്ങനെ പാട്, ഇങ്ങനെ പാട് എന്നൊക്കെ പറയും. വിദ്യാജി ആണെങ്കിലും അതെ, ട്രാക്ക് പോലും അത്രയും പെർഫെക്റ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഈ അമ്മ നക്ഷത്രമൊക്കെ ശരിക്കും സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടത്. സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ പാടിയതല്ല, ട്രാക്ക് പാടിയിട്ട് നേരെ ഇട്ടതാണ്. അപ്പോൾ അത്രയും അവർ നന്നായിട്ട് പാടിച്ചെടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്കത് ഗുണമാണ്. കാരണം ഇങ്ങനെ പാടിയാലാണ് പെർഫെക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പാടിയപ്പോൾ അത് നന്നായിരുന്നില്ല എന്ന് നമ്മളും പഠിച്ചു വരുന്ന സമയമല്ലേ. നമ്മൾ ഓരോ പാട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ ബുക്ക് വായിക്കുന്ന പോലെ നമ്മൾ ഇപ്പം ഇന്ന കമ്പോസേഴ്സിന് പോകുമ്പം ഇന്ന രീതിയിൽ പാടിയത് നന്നാവുന്നത്. രവീന്ദ്ര മാഷിനെ പോകുമ്പോൾ പാടുന്ന പോലെയല്ല വിദ്യാജിക്ക് പാടുന്നത്, അവരുടെ ശൈലികൾ എങ്ങനെയാണ്. വിദ്യാജിക്ക് പാടുന്ന പോലെയല്ല മറ്റൊരു കമ്പോസേഴ്സിന്, പുതിയൊരു ഇപ്പോൾ ദീപക് ദേവിനെ പാടുകയാണെങ്കിൽ അല്ലെങ്കിൽ അൽഫോൺസിനെ പാടുകയാണെങ്കിൽ, അപ്പം അവിടെ അവരുദ്ദേശിക്കുന്നത് വേറൊരു കൈൻഡ് ഓഫ് റെൻഡറിങ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമുക്ക് പാടാൻ. അപ്പോൾ ഓരോരുത്തരും പാടുമ്പോഴും നമുക്ക് നമ്മളിപ്പോഴും ഇപ്പോൾ പുതിയ കമ്പോസേഴ്സിൻ്റെ പാടുമ്പം, ഞാനിപ്പോൾ തങ്കമണി ഒരു വില്യം എന്ന് പറഞ്ഞിട്ടൊരു കമ്പോസറായിരുന്നു അതിൽ ചെയ്തിരുന്നത്. അപ്പം വില്യമിൻ്റെ എടുത്തപ്പോൾ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇയാൾ എങ്ങനെ പാടിയാലാണ് അത് കൺവിൻസ് ആവുന്നത്. കാതിലീറൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടായിരുന്നു, ഞാൻ കൂടെ, നല്ലൊരു മെലഡി ആയിരുന്നു അത്. അപ്പം ഞാൻ പറഞ്ഞു, അത് ചേട്ടൻ പാടിക്കൊള്ളൂ, നമുക്കത് നോക്കാം, ഞാൻ പറയാം, 2-3 രീതി പാടി തന്നു കൊടുക്കും. ബട്ട് അങ്ങനെ 1 പ്രാവശ്യം പാടി നോക്കിയിട്ട് ഇത് മതി എനിക്ക്. അപ്പോൾ നമുക്ക് സമാധാനമായി. അപ്പോൾ എവിടെ ഏത് രീതിയിൽ ചെയ്താലാണ് കൺവിൻസിങ് ആവുന്നുള്ളത് അതൊരു പരിചയം കൊണ്ടേ നടക്കും. പാണ്ടിപ്പടയിൽ ദിലീപേട്ടന് വേണ്ടി തന്നെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സുരേഷ് പീറ്റേഴ്സ് ആയിരുന്നു. അദ്ദേഹം മലയാളിയല്ല, തമിഴാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ശൈലി തന്നെ വേറെയാണ്. കുറേ ഇൻസ്ട്രുമെൻസുകളൊക്കെ വെച്ചിട്ട്, അതും ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് ഒരു പക്ഷേ സാറിൻ്റെ ജനറേഷനിലുള്ള വേറെ ആളുകൾക്ക് കിട്ടാത്തൊരു ഭാഗ്യം കൂടെയാണ് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് പറയുക? സുരേഷ് പീറ്റേഴ്സ് ശരിക്കും ഡ്രമ്മറാണ് ബേസിക്കലി. അപ്പം ഞാൻ 1-2 ഈ തെങ്കാശി പട്ടണത്തിലെ ഒരു കവിത എന്തോരണം പാടണം എന്ന് എന്നെ വിളിപ്പിച്ചിരുന്നു, പക്ഷേ അത് പാടാൻ പറ്റിയില്ല. എനിക്കത് വേറെ കൈതപ്പുറം അദ്ദേഹം മറ്റോ പാടിയെന്ന് സംശയമുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ നിറയെ ട്രാക്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്ത് ശേഷം 3-4 സിനിമ, കുറേ മലയാളി മാമന് വണക്കം, പിന്നെ തേരുറങ്ങും മുകിലേ, അതൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ട്രാക്ക് പാടിയ വർക്കുകളാണ്. അപ്പം അങ്ങനെ നമ്മുടെ ശബ്ദം, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ, ശബ്ദം അദ്ദേഹത്തിന് ഇഷ്ടമായി. അത് കഴിഞ്ഞ് വരുന്ന ഒരു റാഫി മക്കാട്ടിന്, അത് അവർ രണ്ടുപേരും ഒരു മൂവി വരുന്നു. ഞാനാണ് അതുവരെ വിളിച്ചത് ഒരു മാഗസിനിൽ കണ്ടിട്ട്, നാട്ടിലൊരു വർക്കിന് വന്നപ്പോൾ ഇങ്ങനെ, അയ്യോ മോനെ പാട്ടൊക്കെ കഴിഞ്ഞല്ലോ, നേരത്തെ വിളിക്കാൻ വയ്യായിരുന്നു നമുക്ക് ചോദിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, നീ എവിടെയാണ് ഉള്ളത്? ഞാൻ നാട്ടിലൊരു പ്രോഗ്രാം, നാളെ കയറി വരാൻ പറ്റും. നാളെ വരാൻ പറ്റില്ല, അത് കഴിഞ്ഞ് വരാം. ശരി, ഒരു ചെറിയ സിറ്റുവേഷൻ ആണ്, നീ ഒന്ന് പാടിയിട്ട് പോകും. അങ്ങനെ വന്ന പാട്ടാണ് ഈ അറിയാതെ ഇഷ്ടമായി. അത് ചെറിയൊരു പല്ലവിയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ അത് വലുതാക്കി പല്ലവി അനുപല്ലവിയും കൂടെ അവർ സിനിമയിലിട്ടു, ഫുൾ റെക്കോർഡ് ചെയ്തിരുന്നു. സുരേഷിൻ്റെ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു തമിഴ് കൾച്ചർ അദ്ദേഹത്തിനുണ്ട്, അപ്പം സിംഗറും ആണല്ലോ. അപ്പോൾ അത് ഈ തെങ്കാശി പട്ടണം പോലത്തുള്ള സിനിമകളിൽ അതാണ് പറഞ്ഞത്, നമുക്ക് ഏറ്റവും കമ്പോസറാണെങ്കിലും സിംഗറാണെങ്കിലും നമ്മുടെ ശൈലിക്ക് പറ്റിയ ഒരു സിറ്റുവേഷൻ ആ സിനിമയിലും ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. അപ്പോൾ സുരേഷ് വന്ന സമയത്ത്
അതുപോലത്തെ കുറേ പാട്ടുകൾ കിട്ടി, നല്ല ഡപ്പാങ്കുത്ത് പാട്ടുകളായിട്ടും പിന്നെ എന്നാൽ അറിയാതെ എന്നുള്ള പോലുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഹിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നത് അന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതലും ഒരു ഹൈപ്പേഡ് കമ്പോസർ എന്ന് പറയുന്നത് സുരേഷ് പീറ്റേഴ്സ് ആയിരുന്നു ആ സമയത്ത്. കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാട്ടുകാരനായതുകൊണ്ട് ഒരു വെസ്റ്റേൺ കൾച്ചർ കൂടുതലുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ടീം, എല്ലാവരും ഒരു ഓർക്കസ്ട്ര ടീം, ഒരു കമ്പോസിങ് അസിസ്റ്റൻസും ഒക്കെ ആയിട്ട് കുറേ ഒരു ടീം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. എല്ലാവരും ഒരു ടീമായിട്ട് ഓരോ സിനിമകൾ അതെല്ലാം ഭയങ്കര ഹിറ്റുകളായിരുന്നു അതുകൊണ്ട്. അപ്പം പാട്ടുകാരനാകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞു തരാൻ ഇതുപോലെ തന്നെ ഇതുണ്ട്. വേറൊരു കൈൻഡ് ഓഫ് ഇതാണ്, വിദ്യാചാര്യ പോലെയല്ല, ഭാഷാപരമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എന്നാലും ഇതിൽ തന്നെ ഔട്ട്പുട്ട് എങ്ങനെ വേണമെന്ന് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം. ഈ ഒരു പാട്ട് ഇങ്ങനെ കുറച്ചൊക്കെ മലയാളികളുടെ ഒരു അന്നത്തെ സമയത്തെ ട്രെൻഡ് എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്തൊരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുകൾ. അതുവരെ അങ്ങനെ ഭയങ്കര ഒരു വെസ്റ്റേൺ അല്ലെങ്കിൽ ഭയങ്കര ഒരു തമിഴ് ചായവുള്ള പാട്ടുകളൊന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സിനിമകളൊക്കെ തന്നെ തെങ്കാശിപ്പട്ടണവും എല്ലാ സിനിമകളും ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതാണ് ഇപ്പോൾ നല്ലൊരു ഗംഭീരം പാട്ട് വന്നു, അത് ഹിറ്റാവാത്തൊരു മൂവിയിലാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് നമ്മൾ സിനിമ ഇറങ്ങാത്ത മൂവിയിലുള്ള പാട്ടുകൾ പലപ്പോഴും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പല സിനിമകളിലും വലിയ പാട്ടുകൾ വലിയ ആൾക്കാർ പാടിയതുകൊണ്ട് തന്നെ. പക്ഷേ ഹിറ്റായ ഒരു മൂവിയിൽ ഒരു ആവറേജ് പാട്ടായാലും അത് ശ്രദ്ധിക്കപ്പെടും. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പാട്ടാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു പാട്ടാണ്. എത്ര പേരത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. രവീന്ദ്ര മാഷിൻ്റെ മ്യൂസിക്കാണ് ഗ്രീറ്റിങ്സ് എന്ന് പറയുന്ന സിനിമയിലെ മിഴികളിൽ തളിരിടും. അതൊരു രണ്ടുപേരും പാടാമോ? അത് ഞാനും ഗായത്രിയും കൂടെ ചേർന്ന് പാടിയൊരു പാട്ടാണ്. ജയസൂര്യയുടെ മൂവിയായിരുന്നു. അതുപോലെ മൂവി അത്ര ഹിറ്റാകാത്തതുകൊണ്ട് ആ പാട്ടും അങ്ങനെ അധികം ആൾക്കാരിലേക്ക് എത്തിയില്ല. എൻ്റെ മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ മാഷിനെ കാണുമ്പം പാടിച്ച പാട്ടാണ്. അപ്പോൾ വൈഫിനോട് ചോദിച്ചു, നീ പാടുമെങ്കിൽ നിന്നെയും കൂടെ പാടിച്ചേക്കാം. അങ്ങനെയില്ല, ഞാൻ പാടുമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പിന്നെ ഗായത്രി അത് പാടി എറണാകുളത്ത് വെച്ചാണ് റെക്കോർഡ് ചെയ്തത്. മാഷിൻ്റെ ഒരു കൈൻഡ് ഓഫ് സോങ് തന്നെയാണ്. മിഴികളിൽ തളിരിടും പ്രണയമന്താരം ഇളനില ചിമിഴിലെ പവിഴമന്താരം ഒരു പാട്ടാണ്. നല്ലൊരു പാട്ടായിരുന്നു. പക്ഷേ ആ സിനിമ അധികം നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ട് ആ പാട്ടും അത്ര ഒരു ഇതായില്ല. മാഷിൻ്റെ ഒരു പാട്ട് എനിക്ക് പാടാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. സ്ട്രൈറ്റ് ആയിട്ട് ഒരു മെയിൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അന്നത്തെ സമയത്ത് ജയസൂര്യയ്ക്കും ഒരുപാട് നല്ല ഹിറ്റ്സ് ഉള്ള സമയമായിരുന്നു. പക്ഷെ ആ സിനിമയൊന്നും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. രവീന്ദ്ര മാഷിൻ്റെ കൂടെ സാറിൻ്റെ ജനറേഷനുള്ള വളരെ കുറച്ച് പേരെ പാടിയിട്ടുള്ളൂ. അതെ. മാഷ് എൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് പറയുന്നത്, നീ ഇത് മാഷ് തന്നെ ഒരു ഫോട്ടോഗ്രാഫറെ ഏർപ്പാടാക്കി. ഞാൻ നോക്കിയപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ, ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ മാഷിൻ്റെ ഒപ്പം അതെ. അപ്പം മാഷ് തന്നെ ഒരാളെ വിളിച്ച് പറഞ്ഞ്, എടാ ഞാനിത് ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടും കൂടെ നിൽക്കണം, ഫോട്ടോ എടുക്കണം, എൻ്റെ ഉണ്ടാവും ഫോട്ടോ ഇപ്പോഴും. എന്നിട്ട് നീ ഇത് മാഗസിൻ അയച്ചു കൊടുക്കണം, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, നമ്മളൊരുമിച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. മാഷിന് അത്രയും ഒരു കാരണം ഞാനതിനു മുമ്പും കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്ട്രേറ്റ് ഒരു മൂവി അന്നത്തെ സമയത്ത് ഒരു പുതിയ യങ്സ്റ്റേഴ്സിന് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷേ മാഷിന് അത് തരാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷവും എന്നെ കൊണ്ട് പാടിക്കാൻ പറ്റുന്ന സന്തോഷം കൊണ്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് നീ മാഗസിനൊക്കെ അയച്ചു കൊടുക്കണം, നമ്മൾ രണ്ടും കൂടെ ഉള്ള പിക്ചർ അയച്ചു കൊടുക്കണം, അപ്പം നിനക്കും അതൊരു പ്രയോജനം ചെയ്യും. രവീന്ദ്ര മാഷിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് സാറിനെ സംബന്ധിച്ച് ദക്ഷിണാമൂർത്തി സ്വാമി, അദ്ദേഹവുമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ചിട്ട്. അച്ഛനും സ്വാമിയായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അവർ തമ്മിൽ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്നാലും അച്ഛനെ വലിയ കാര്യമായിരുന്നു. അച്ഛൻ്റെ പേര് വൈക്കം വാസുദേവൻ നമ്പൂതിരിയാണ്. ദക്ഷിണാമൂർത്തി സ്വാമി വൈക്കംകാരനല്ലെങ്കിലും വൈക്കത്തുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. എനിക്ക് സിനിമയിൽ പോകണം അല്ലെങ്കിൽ സിനിമയിൽ പാടണം എന്നൊരു ആഗ്രഹം വന്നപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഒരേ ഒരു കാര്യം, വേറെ ഒന്നും പറഞ്ഞില്ല, നീ പാടുകയാണെങ്കിൽ ആദ്യം സ്വാമിയുടെ മ്യൂസിക്കിൽ പാടണം പറഞ്ഞിട്ടാണ് ആദ്യം വൈക്കത്തെ മേശാന്തി ഡി നാരായണൻ നമ്പൂതിരി എഴുതിയിട്ട് 10 പാട്ട് സ്വാമിയെ കണ്ടപ്പം ഇത് മോനെ കൊണ്ട് പാടിക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. 1 മണിക്കൂർ കൊണ്ട് 10 പാട്ട് ഒരു ശ്ലോകം കോപ്പി ചെയ്ത് കാസറ്റിൻ്റെ തന്നിട്ട്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് അത്, തിരുമേനി അത് പഠിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. അങ്ങനെ അത് കഴിഞ്ഞ് വിളിച്ചു. ഒരു ദിവസം രാവിലെ 9 മണിക്ക് കോൾ ഷീറ്റ്, 3 മണിയായപ്പോഴത്തേക്കും 10 പാട്ടും ഒരു ശ്ലോകവും കഴിഞ്ഞു. റൺ ത്രൂ ഒറ്റ ടേക്ക്, കട്ടിങ്ങും ഇടയ്ക്കെടുക്കലൊന്നുമില്ല. അതങ്ങനെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്രീറ്റിങ്സിലെ പാട്ടിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന വേറൊരു പാട്ടാണ്
ആലീസ് ഇൻ വണ്ടർലാൻഡില് കുക്കു 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 അതെ. ആ കുക്കു കുക്കു ഇപ്പൊ പറയാൻ തന്നെ കഷ്ടപ്പെട്ടു, ഞാനും കഷ്ടപ്പെട്ടു വന്ന്. അത് ഭയങ്കര പാടാ. അതെ. നിർത്തി പോണ്ടേ. ശരിക്കും ഒരു തമിഴ് രീതിയാണ്. ഇപ്പം ബാലു സാറൊക്കെ പാടുന്ന ചില കല ബക്കല ദക്കല ഇങ്ങനെയൊക്കെയുള്ള ചില സിലബൽസ് ഒക്കെ ഇല്ലേ, അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഭയങ്കരമായിട്ട്, അതുപോലെ ആ തമിഴ് സോങ്സിലാണ് കൂടുതലും. മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരുപാടില്ല. അങ്ങനെ എന്തോ ഒരു പരീക്ഷ നോക്കിയതാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ടൈറ്റിൽ സോങ് ആയിരുന്നു അത്. അതെ അതെ. സിനിമ പിന്നെ ഈ പറഞ്ഞിട്ട് അത്രയും ഹിറ്റാവാത്തൊരു മൂവി ആയിരുന്നു, പക്ഷെ നല്ല പാട്ടായിരുന്നു, ഉഗ്രം പാട്ടായിരുന്നു അത്. പ്രതാപചന്ദ്രൻ എന്നുള്ള പേര് ദേവാനന്ദായി. എന്താണ് അതിന്റെ ന്യൂമറോളജി വെച്ച് മാറ്റിയതാണോ? അല്ല, അപ്പോൾ നമുക്ക് അന്നത്തെ സമയത്ത് സിമിലർ ആയിട്ടുള്ള കുറേ പേരുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി. അത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, മീഡിയയിൽ നിന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതങ്ങനെ ഒരു വീട്ടിൽ വിളിക്കുന്ന പേര് ആനന്ദ് എന്നായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പേര് മാറ്റി. അതിനുശേഷം കിട്ടിയ പാട്ടുകളാണ് ക്ലാസ്മേറ്റ്സും കാത്തിരുന്ന പെണ്ണല്ലേക്കുള്ള അതൊക്കെ. അങ്ങനെ ഒരു പാട്ട് കിട്ടിയുണ്ട്, അതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ മീഡിയയിൽ എല്ലാവരും അത് ആ പാട്ട് പഴയ പാട്ടുകളെല്ലാം ദേവാനന്ദ എന്ന പേരിലേക്ക് മാറ്റി. അതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ കൂടെ പെട്ടുപോയി തന്നെ. ആ കൂടെ ഏതൊക്കെയോ ചില പാട്ടുകളിൽ ഇപ്പോഴും യൂട്യൂബിൽ നോക്കുമ്പോൾ പ്രതാപൻ തന്നെയാണ് കിടക്കുന്നത്. പ്രതാപേന്ദ്രനൊക്കെ ഉണ്ട്. വരുന്ന പ്രൊജക്റ്റുകൾ സിനിമ ഒരെണ്ണം ഓണം കഴിഞ്ഞിട്ടൊരു ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രംകാരുടെ ഒരു മൂവിയാണ്. അതിലൊരു സോളോ സോങ്ങാണ്. വേറെ ഒന്ന് രണ്ട് പ്രൊജക്റ്റ്, ഒരു മൾട്ടി ലാംഗ്വേജ് ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പം അതും ദേവസസ്യ എന്ന് പറഞ്ഞിട്ട് ഒരു 5 ലാംഗ്വേജിൽ ഇറങ്ങുന്നൊരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് പ്രൊജക്റ്റ് ഇങ്ങനെ വേറെ ഇങ്ങനെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ആൽബം വർക്കുകളുണ്ട്, കുറേ ഷോസും കാര്യങ്ങളുമായിട്ട് പോകണം. തന്നെ ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയിട്ടൊരു 19 വർഷം ആവുകയാണ്. എനിക്കൊന്ന് ഏറ്റവും ഹിറ്റായ പാട്ടുകളിൽ ഒന്നാണ്. ഇപ്പോഴും ആളുകൾ പാടുന്നു. അങ്ങനെ എന്താണ് ക്ലാസ്മേറ്റ്സിനെ കുറിച്ചുള്ള ഓർമ്മ? ക്ലാസ്മേറ്റ്സിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ അലുമിനി അസോസിയേഷൻസിൻ്റെ ഒരു റീബർത്ത് ആയിരുന്നു അത്. ശരി അല്ലേ? അതൊരു ട്രെൻഡ് സെറ്ററായി മാറിയ ഒരു സിനിമ. പിന്നെ രാജുവിൻ്റെ പടം, കാവ്യ, പിന്നെ ഒരു നല്ല കോളേജ് ക്യാമ്പസിലെ ജയസൂര്യ, നല്ലൊരു കോമ്പിനേഷനായിരുന്നു അത്. നല്ല മൂവിയായിരുന്നു. ഒരു പാട്ട് ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന, അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു സോങ് ആയിരുന്നു. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ, കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ. കോറസ് പോർഷൻസ് ഒക്കെ വരുമ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആ മനോഹരി രാധ എന്ന് വരുന്ന ആ സമയത്ത് വരുന്ന വിഷ്വൽസും അതിലോട്ടും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് വിഷ്വൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൾക്കാർക്ക്. ഇപ്പം എന്താ വെച്ചാൽ ഓഡിയോ മാത്രമായിട്ടൊരു പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പം നമുക്കുണ്ടെങ്കിലും, കൂടുതൽ ആൾക്കാരും ഇതിൽ നമ്മൾ യൂട്യൂബിലാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ അത് സമയത്ത് നമ്മൾ പാട്ട് കേൾക്കുന്നവരും വേറെ സ്ഥലത്ത് നോക്കാതിരിക്കാനായിട്ട് നല്ല വിഷ്വൽസ് അവിടെ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ പാട്ടുകൾക്കൊക്കെ ഉള്ളൊരു ഗുണം തന്ന ഈ കമൽ സാറിൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും പാട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്യും. അതാണ് ഇപ്പോൾ വിദ്യാസാഗർ സാറിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെയൊക്കെ ഇതുപോലുള്ള എക്സ്പേർട്സിൻ്റെ കോമ്പിനേഷനാണ് അത്രത്തെ ഹിറ്റുകൾ ഉണ്ടാകുന്നത്. കമൽ സാറ്, സിബി സാറ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അന്നത്തെ ഡയറക്ടേഴ്സ്. അവരുടെയൊക്കെ ഒരു ഇപ്പോൾ റാഫി മെക്കാഡി എന്ന് പറഞ്ഞാൽ, അതേപോലെ ലാലേട്ടൻ, അവരുടെയൊക്കെ സിദ്ദിഖ് ലാൽ അല്ലേ, അവരൊക്കെ സിനിമയിലൊക്കെ എത്ര പാട്ട്, 5-6 പാട്ടുകളാണ്. അപ്പം ഒരു മലയാള സിനിമയുടെ ഒരു ഒഴിവാക്കാനാവാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് നല്ല പാട്ടുകൾ എന്നുള്ളത്. ആ ഒരു കാലഘട്ടം വീണ്ടും ഉണ്ടാവട്ടെ നമുക്ക്. അപ്പോൾ ഇനിയും ധാരാളം പാട്ടുകൾ പാടി മലയാളി പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഓണാശംസകൾ. സന്തോഷം. താങ്ക് യു സോ മച്ച്.